സ്കൂളുകളിൽ ബാക്ക് ബെഞ്ചുകൾ എന്ന സങ്കല്പം ഒഴിവാക്കാൻ ശ്രമം തുടങ്ങിയതായി മന്ത്രി വി ശിവൻകുട്ടി മലപ്പുറം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് അനുയോജ്യമായ ഏറ്റവും മികച്ച മാതൃക കണ്ടെത്തണം. യു ആകൃതിയിൽ ക്ലാസ്സിലെ സീറ്റുകൾ ഒരുക്കുന്നതിനെക്കുറിച്ചാണ് ആലോചന. ബാക്ക് ബെഞ്ച് സങ്കല്പം ഒരു വിദ്യാർത്ഥിയുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ കുട്ടികൾക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പത്തനംതിട്ട നാറാണമുഴിയിൽ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ കൊണ്ട് മാത്രം കാര്യമില്ല. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ പിരിച്ചുവിടലടക്കമുള്ള കർശന നടപടിയുണ്ടാകും. മന്ത്രി പറഞ്ഞിട്ടും സർക്കാർ ഉത്തരവുണ്ടായിട്ടും അവരെ പലതവണ ഓഫീസുകൾ കയറ്റിയിറക്കി. ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് ഉദ്യോഗസ്ഥർ ഓർക്കണം. എഇഒ, ഡിഇഒ, ഡിഡിഇ, ആർഡിഡി പോലുള്ള തസ്തികകളിലുള്ളത് സ്ഥാനക്കയറ്റം കിട്ടിവരുന്നവരാണ്. പല കാര്യങ്ങളിലും ഇവർക്ക് പരിചയക്കുറവുണ്ടെന്നാണ് 4.5 വർഷത്തെ അനുഭവം. ഇത് പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. ഇത്തരം ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകേണ്ടതുണ്ട്. കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കാര്യത്തിൽ രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഹയർ സെക്കൻഡറിയിലെ അധ്യാപിക വിദ്യാർത്ഥി അനുപാതത്തിലുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മളിപ്പോൾ കുട്ടികളുടെ ആത്മഹത്യയുടെ എണ്ണം പരിശോധിച്ച് നോക്കിയാൽ 50% മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിലുള്ള ആത്മഹത്യയാണ് ഉണ്ടാവുന്നത്. ഇത് വളരെ അപകടം ഉണ്ടാവുകയാണ്. ഇതിൽ കളികളൊക്കെ ഉണ്ടല്ലോ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് കളിയിനത്തിൽ കുട്ടി രക്ഷകർത്താവ് ഇത് പങ്കാളികളാണ്. അപ്പം അതുകൊണ്ട് എന്ത് വേണമെന്ന് സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഓർഡറുണ്ട്, മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ വേണ്ടി പാടില്ലാത്തൊരു പുസ്തകമുണ്ട്. ഈ ട്യൂഷനൊക്കെ പോകുന്ന സ്ഥലത്ത് വിടുന്ന രക്ഷകർത്താക്കൾക്കാണ് ഈ മൊബൈൽ ഫോൺ ആവശ്യം. കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ കുട്ടിയെ കൊണ്ട് പോകുന്നു, ട്യൂഷൻ സെന്ററിൽ ഇറങ്ങിയോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയോ, ബസ് സ്റ്റാൻഡിൽ വന്നോ എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു ഇതായിട്ടാണ് കൂട്ടുന്നത്. പക്ഷേ ഇത് വളരെ അപകടം ചെയ്യുന്നുണ്ട്. എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അത് വളരെ ദുരുപയോഗം കുട്ടികൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് രക്ഷകർത്താക്കളോട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടി പറ്റൂ. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ വലിയ തോതിൽ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അതിന് പ്രതിരോധമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ശൈലി അല്ലെങ്കിൽ അത്ര ഇതൊന്നും നിലവിലില്ല. അത്രത്തെ കാര്യത്തെ കുറിച്ച് വിദ്യാഭ്യാസം ആലോചിക്കുന്നുണ്ട്. ഈ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്നത്. മൊബൈൽ അഡിക്ഷൻ മാത്രമല്ല, നമ്മുടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ 1,92,000 വരുന്ന അധ്യാപകർ നമുക്കുണ്ട്. ആ മുഴുവൻ അധ്യാപകർക്കും വരാൻ പോകുന്ന മാസങ്ങളിൽ ഒരു മാസക്കാലം കൊണ്ട് അവർക്ക് പ്രത്യേക 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് കൊടുത്ത് അത് നമ്മളെല്ലാ സ്കൂളുകളിലും ക്ലാസ്സുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ മൊബൈൽ ഫോൺ വളരെ അത്യാവശ്യമായ ഒരു സാധനമാണല്ലോ. കുട്ടികളെ അത് ഒരു ഗുണപരമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കല്ലാതെ അത് നിരോധിക്കുന്നതൊക്കെ ശരിയാണോ? നിരോധിക്കപ്പെട്ടിട്ടില്ല. അതിന് നിയന്ത്രണം വേണ്ടതുണ്ടോ? നമ്മുടെ ഈ നാട്ടിൽ എന്ത് നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒരു അഭിപ്രായം. നമ്മുടെ അനുഭവം വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. നമ്മുടെ മകനോ മകളോ ഈ മൊബൈൽ ഫോൺ കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പം നമുക്ക് താത്വികമായിട്ടൊക്കെ അതിനെ വിലയിരുത്താം, അതൊരു പ്രശ്നമില്ല. പക്ഷെ നമുക്ക് അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ ആ പ്രശ്നത്തിൽ വരുള്ളൂ. നമുക്ക് നമ്മുടെ കുട്ടികളുടെ നന്മ നോക്കിയാൽ മതി. അതിൽ താത്വികപരമായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ട ഒരു കാര്യമില്ല. കുട്ടി ശരിയായിട്ട് വളർന്നു വരണം, അവന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്നുള്ള ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചാൽ ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. അവധിക്കാല മാറ്റം എന്നൊരാശയം മുന്നോട്ട് വെച്ചിരുന്നുണ്ടാവും. അപ്പോൾ അതിൽ നല്ലൊരു പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രതികരണങ്ങൾ ധാരാളം വരുന്നുണ്ട്. മാധ്യമങ്ങൾ തമ്മിൽ നല്ല മത്സരം നടക്കുന്നുണ്ട്, ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ഒരു ചർച്ച നടന്നോട്ടെ, നന്നായിട്ടുള്ള ഒരു ചർച്ച നടക്കട്ടെ. ചർച്ച നടന്നിട്ട് നമുക്ക് എന്തായാലും നമുക്ക് വർത്തമാന കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പുതിയ പുതിയ കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു. നമ്മൾ വീണ്ടും പഴഞ്ചൻ കാര്യങ്ങൾ തന്നെ നിന്നിട്ട് കാര്യമില്ല. ഉദാഹരണം ചെറിയൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, സിനിമയിലൊക്കെ വന്ന ഒരു ഐഡിയയാണ് ഈ ബാക്ക് ബെഞ്ചേഴ്സ്. നമ്മൾ സ്ഥിരം പറയും, ആ കുട്ടികളെ പറയും, നീ ഇരിക്കേണ്ടതാണ്. അങ്ങനെ പിറകെ ഇരിക്കാൻ വേണ്ടി 10-20 കുട്ടികളുണ്ടാവും. ഈ സാറിൻ്റെ ഒരു ശ്രദ്ധയും ആ കുട്ടികളുടെ പോയില്ല. ആ കുട്ടികൾ സിസ്റ്റം പോലെ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക, പിറകെ ഇറങ്ങി ഓടിപ്പോവുക, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഈ
ഇപ്പോൾ ഉള്ള ബാക്ക് ബെഞ്ചേഴ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് എങ്ങനെ ഉണ്ടാക്കാതെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു യു റൗണ്ടിലായാൽ എന്താ, അങ്ങനെ ആയാൽ നമുക്ക് പിന്നെ ടീച്ചറിന് അങ്ങറ്റം വരെ പോകുന്നതിന് വേണ്ടിയും എല്ലാ കുട്ടികൾക്കും അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയും കഴിയും. ഇപ്പൊ തൃശൂരിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. 2026 ജനുവരി 7 മുതൽ 11 വരെയാണ് 25 വേദികളിലായി കലോത്സവം നടക്കുന്നത്. ഇതോടനുബന്ധിച്ച് സംസ്കൃതോത്സവവും അറബിക് സാഹിത്യോത്സവവും നടക്കും. ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേള ഒക്ടോബർ 22 മുതൽ 27 വരെ തിരുവനന്തപുരത്താണ് നടക്കുക. ഗൾഫിലെ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കും മേളയിൽ പങ്കെടുക്കാം. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നവംബർ 6 മുതൽ 9 വരെ മലപ്പുറത്തും TTI PPTTI കലോത്സവം വയനാട്ടിലും നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈസ്റ്റ് ലൈവ് മലപ്പുറം.